എൻ്റെ പേര് ബിന ആൻ്റണി. ഞാൻ തിരുത്തിപ്പറമ്പ് ചാലക്കുടിയിൽ നിന്ന് വരുന്നു. എൻ്റെ അമ്മയാണ് എന്നെ എൽറോയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നത്. ഞാൻ വരാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അമ്മ നിർബന്ധിച്ച് കൊണ്ടാണ് വന്നത്. അമ്മയാണ് അത്ഭുത ജപമാലയും വിശുദ്ധ അന്തോണീസിൻ്റെ നോവേനയും വീട്ടിൽ ഓൺലൈനിൽ കൂടാതെ ഞാൻ കൂടിയിട്ടൊന്നുമില്ല. വീട്ടിലവിടെ ഉണ്ടെങ്കിൽ കേട്ടിട്ട് അതിൽ കൂടെ തിരിഞ്ഞങ്ങടെ നടന്നു പോവും. അമ്മ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്. എനിക്ക് 2023 മാർച്ചിൽ എനിക്കൊരു എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയിട്ട് വീണ് എൻ്റെ കാലിന്മേൽ ഒരു മുറിവുണ്ടായി. അത് വലിയൊരു മുറിവായി മാറി. ഒരു 3 മാസം 6 മാസം റെസ്റ്റൊക്കെ എടുത്തു. പക്ഷേ എവിടെ മുറിവുണ്ടായി? വലത് കാല ഇടത് കാല? വലത്തെ കാല്. എവിടെ? അടിയില മുട്ടുമ്മ മുറിവുണ്ടായി. നടക്കാനും പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, മുട്ടുകുത്താൻ പറ്റില്ല. കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കാല് കുഴഞ്ഞു പോവും. നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാവും, നടക്കാനും പറ്റില്ല. ശനിയാഴ്ച വരെ എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഈ ശനിയാഴ്ച വരെ. അത് കഴിഞ്ഞ് ഞാൻ ഈ ഞായറാഴ്ചയോടേക്ക് വന്നു. ഞായറാഴ്ച ഇവിടെ വന്ന് ആരാധനയ്ക്ക് വന്നിരുന്നു. ആരാധന വന്നിരുന്ന് മുട്ടുകുത്താൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് മുട്ടുകുത്ത ചെയ്തേ. എനിക്ക് മനസ്സിലായില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് ആരാധനയിൽ പറയാണ് മുട്ടുവേദന മാറി, ഒരു മകൻ്റെ മുട്ടുവേദന മാറി. പിന്നെ എൻ്റെ പേര് വിളിച്ചു പറഞ്ഞു. അന്ന് എബിൻ എന്നാണ് എൻ്റെ പേര്. എബിന് പേര് വിളിച്ചു പറയുകയും ചെയ്തു. മുട്ടുവേദന മാറി. അതോടുകൂടി മുട്ടുവേദന മാറി. ഒരു വേദനയിലും ഒന്നുമില്ല. നീ 4 ദിവസം മുട്ടുകുത്തി, ഒരു കുഴപ്പമുണ്ടായില്ല. 4 ദിവസം മുട്ടുകുത്തി. കാല് ഇത്ര നേരം നിൽക്കാൻ പറയുമ്പോൾ നിൽക്കുകയും ചെയ്തു. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഒരു 15 മിനിറ്റ് താഴെ ഇരുന്നു. ചമണം മടിഞ്ഞിരുന്നു. അരമണിക്കൂർ ഇരുന്നു. എനിക്ക് നോക്കി കാലിനൊരു പ്രശ്നമില്ല. നല്ലൊരു കൈയടി കൊടുത്തേ. കണ്ടോ? മനസ്സിലായോ? 2 വർഷം മുമ്പ് പറ്റിയതല്ലേ? 1 വർഷം? 3 വർഷം. 2023 3 വർഷമായിട്ടുള്ള വേദനയെ മാറി കിട്ടിയത്. 3 വർഷമായിട്ടുള്ള രോഗം. അപ്പം ഞാൻ ഇവൻ്റെ അടുത്ത് ഓടി വന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രി തന്നെ നമ്മൾ ആദ്യത്തെ ദിവസം ഞായറാഴ്ച ദിവസം തന്നെ നമ്മൾ പേര് വിളിച്ച് പറഞ്ഞു. പിന്നെ മുട്ടുവേദനയുള്ളവർക്ക് കുറേ പേർക്ക് സൗഖ്യമുണ്ട്. ചിലർക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് വിളിച്ച് പറഞ്ഞു. ബ്രദർ വിളിച്ച് പറഞ്ഞു. അച്ഛൻ വിളിച്ച് പറഞ്ഞു. ആണല്ലേ? ഇത് എത്ര പേരായിലൂടെയാണ് കർത്താവ് സന്ദേശം തരുന്നതെന്നറിയോ? അപ്പോൾ വലിയ സൗഖ്യമാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നന്ദി പറയണം. പ്രേക്ഷിത വേല ചെയ്യണം കേട്ടോ. ഓക്കെ. പിന്നെ തിങ്കളാഴ്ച എനിക്ക് ശ്വാസം അധികം എടുക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് അറിയില്ല അത് എനിക്കുള്ള വേദന. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി കണ്ടേക്കണേ. ശ്വാസം എടുക്കുമ്പോൾ കുറച്ച് ശ്വാസം എടുക്കാൻ പറ്റില്ല. അതിൽ ഒരു ചെറിയൊരു ശ്വാസം അത് കൊടുത്ത് ഞാൻ നെഞ്ചുവേദന എടുക്കും. അതൊന്നും എനിക്ക് കുറേ കാലമായി. അതും തിങ്കളാഴ്ച വിളിച്ച് പറഞ്ഞ നെഞ്ചുവേദന മാറി. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്തുതിക്കുന്ന സമയത്തൊക്കെ ശ്വാസം എടുക്കാൻ പറ്റാണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച തുടങ്ങി ആ പ്രശ്നമില്ല. എനിക്ക് ശ്വാസം എടുക്കുമ്പോൾ വേദനയില്ല അല്ലേ? ദൈവമേ, നല്ലൊരു കൈയോടി കൊടുത്തേ. അതും എത്ര കാലമായി നിനക്ക്? അതൊരു 3 വർഷങ്ങളൊക്കെ ആയി. അതോ മാസങ്ങളാ? 1 വർഷമാവാറ്. 1 വർഷമാവാറ്. അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇത് പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ് കേട്ടോ. വലിയ സാക്ഷിയാണ് കേട്ടോ. ഓക്കെ.